8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ പാഠമാണ് നോക്കാൻ പോകുന്നത്. ലോക ഭൂപടത്തിൽ യൂറോപ്പ്. ഇന്നത്തെ യൂറോപ്പ് എന്ന കൃതി ആരുടേതാണ്? എന്താണ് ഇന്നത്തെ യൂറോപ്പ് എന്ന കൃതി ആരുടേതാണ്? എസ്.കെ. പൊറ്റേക്കാട്. കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറാൽ പർവ്വതനിരയും കരിങ്കടലുമാണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നത്. അപ്പോൾ യൂറാൽ പർവ്വതനിരയും കരിങ്കടലുമാണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. ഹിമാനികളുടെ അപരദന പ്രക്രിയയിലൂടെ യു ആകൃതിയിൽ രൂപം കൊള്ളുന്ന താഴ്വരകളാണ് യു രൂപ താഴ്വരകൾ. ചലിക്കുന്ന മഞ്ഞുപാളികൾ അറിയപ്പെടുന്നത് ഹിമാനികൾ എന്നാണ്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ. ഏതാണ് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി? വോൾഗ. ഉത്തര യൂറോപ്യൻ സമതലത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന പുൽമേടാണ് സ്റ്റെപ്പിസ്. റൈൻ താഴ്വര, വോസ്ഗസ് പർവ്വതങ്ങൾ, ജൂറ പർവ്വതങ്ങൾ, സെൻട്രൽ മാസിഫ് പീഠഭൂമി, ഈ ഭൂരൂപങ്ങൾ കാണപ്പെടുന്ന താഴ്വരയാണ് ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിലാണ് ഏതൊക്കെ? റൈൻ താഴ്വര, വോസ്ഗസ് പർവ്വതങ്ങൾ, ജൂറ പർവ്വതങ്ങൾ, സെൻട്രൽ മാസിഫ് പീഠഭൂമി. ആർഡിനീസ് പർവ്വതങ്ങൾ ബെൽജിയത്തിലാണ്. അതിനാണ് ആർഡിനീസ് പർവ്വതങ്ങൾ എവിടെയാണ്? ബെൽജിയത്തിൽ. ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ, ഹാർട്സ് പർവ്വതങ്ങൾ എവിടെയാണ്? ജർമ്മനിയിലാണ്. മസേറ്റ പീഠഭൂമി സ്പെയിനിലാണ്. ബൊഹിമിയൻ പീഠഭൂമി ചെക്ക് റിപ്പബ്ലിക്ക്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കോക്കസസ് പർവ്വതനിരയിലെ മൗണ്ട് എൽബ്രൂസ്. അതായത് മൗണ്ട് എൽബ്രസ് ആണ് എന്ത്? യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന മണ്ഡലമാണ് ശിലാമണ്ഡലം. മടക്ക് പർവ്വതത്തിന് ഉദാഹരണമാണ് ഹിമാലയ പർവ്വതം. ലോകത്ത് മരുഭൂമിയില്ലാത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ്. യൂറോപ്പിലെ പുൽമേട് എന്നറിയപ്പെടുന്നത് സ്റ്റെപ്പീസ് ആണ്. അപ്പം യൂറോപ്പിലെ പുൽമേട് അറിയപ്പെടുന്നത് സ്റ്റെപ്പീസ് ആണ്. യൂറോപ്പിൽ കൃഷിയോളം തന്നെ പ്രാധാന്യമുള്ള ഒരു പ്രാഥമിക സാമ്പത്തിക പ്രവർത്തനമാണ് മത്സ്യബന്ധനം. അപ്പം മത്സ്യബന്ധനം കൃഷിയെപ്പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നു. പാരീസ് ഏത് നദിയുടെ തീരത്താണ്? സൈൻ നദി. അപ്പോൾ സൈൻ നദിക്കരയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? പാരീസ് സ്ഥിതി ചെയ്യുന്നത്. ഫ്രാൻസിൻ്റെ തലസ്ഥാനമാണ് ഏത്? പാരീസ്. ലണ്ടൻ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? തേംസ്. അപ്പോൾ തേംസ് നദീതീരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ലണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. ജർമ്മനിയുടെ തലസ്ഥാനം ബെർലിനാണ്. ബെർലിൻ ഏത് നദീതീരത്താണ് വെച്ചാൽ സ്പ്രീ നദിയുടെ തീരത്താണെന്ത്? ബെർലിൻ സ്ഥിതി ചെയ്യുന്നത്. റഷ്യയുടെ തലസ്ഥാനം മോസ്കോ ആണ്. എന്താണ്? റഷ്യയുടെ തലസ്ഥാനം മോസ്കോ ആണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരമാണ് ഇത്? മോസ്കോ. അപ്പോൾ യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം മോസ്കോ. ഇറ്റലിയുടെ തലസ്ഥാനം റോം ആണ്. ഇറ്റലിയുടെ തലസ്ഥാനം റോം. റോം ഏത് നദിയുടെ തീരത്താണ്? ടൈബർ നദിയുടെ തീരത്താണ്. റോം എവിടെയാണ്? ടൈബർ നദിയുടെ തീരത്താണ്. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ്. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ്. അപ്പോൾ നോക്കാം, ബെർലിൻ ഏത് നദിയുടെ തീരത്താണ്? സ്പ്രീ. റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ. ഇറ്റലിയുടെ തലസ്ഥാനം റോം. റോം ഏത് നദിയുടെ തീരത്താണ്? ടൈബർ. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് എന്താണ്? ഫിൻലാൻഡ്. പാരീസിൻ്റെ തലസ്ഥാനം ഫ്രാൻസിൻ്റെ തലസ്ഥാനമാണ് ഏത്? പാരീസ്. പാരീസ് ഏത് നദിയുടെ തീരത്താണ്? സൈൻ. യൂറോപ്പിലെ പുൽമേട് അറിയപ്പെടുന്നത് സ്റ്റെപ്പീസ്. ലോകത്ത് മരുഭൂമി ഇല്ലാത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത്? കോക്കസ് പർവ്വതനിരയിലെ മൗണ്ട് എൽബ്രസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.